നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ എന്ന പ്രദേശത്തെ കിളിമാനൂർ കൊട്ടാരത്തിലേക്കാണ്. ചിത്രരചനകൾ കൊണ്ട് മനുഷ്യ മനസ്സുകളിൽ വിസ്മയം തീർത്ത രവിവർമ്മയുടെ ചിത്രശാലയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇപ്പോൾ ഈ റൂമിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളിപ്പോൾ നിൽക്കുന്നത്, ഇപ്പോൾ കൊട്ടാരം കയറി വന്നുല്ലോ, ആ മെയിൻ എൻട്രൻസ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് നടന്ന് കയറി. ഇതാണ് മഹാനായ ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ സ്വന്തം സ്റ്റുഡിയോ, അദ്ദേഹത്തിൻ്റെ ചിത്രശാല, ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന മുറി. ഇതൊരു 1870 ശേഷം ഒരു 75 ഒക്കെയാണെന്ന് പറഞ്ഞ് കേൾക്കുന്നത്. അദ്ദേഹം ഇതിൻ്റെ പണി പൂർത്തിയാക്കുന്നത് ഈ ചിത്രശാലയുടെ മാത്രം, ഈ മുറിയുടെ ചിത്രം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന മുറി. അപ്പോൾ ഇവിടെ ഇരുന്ന് തന്നെ മഹാനായ ചിത്രകാരനും അദ്ദേഹത്തിന് അനുജൻ രാജരാജവർമ്മയും അനുജത്തി മംഗളാബായി തമ്പുരാട്ടി, അങ്ങനെയുള്ള അന്നത്തെ കുടുംബാംഗങ്ങളും, പ്രത്യേകിച്ച് രവിവർമ്മയും അനുജൻ രാജരാജവർമ്മയും എല്ലാവരും ചിത്രം വരയ്ക്കും. സംഗീതം, എല്ലാ സുകുമാര കലകളിലെല്ലാം തന്നെ അറിവുള്ളവരായിരുന്നു ഇവരെല്ലാവരും. അത് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ ഇപ്പോഴും അതെ. ആർക്കെങ്കിലും സംഗീതം ഉണ്ടാവും, ഇല്ലെങ്കിൽ സാഹിത്യം ഉണ്ടാവാം, അല്ലെങ്കിൽ വൈദ്യത്തിൽ അറിവുണ്ടാവാം, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ, വേറെ ഓൾ നൃത്തമാവട്ടെ, എല്ലാവരും വളരെ കലയിൽ അവർ വർക്ക് ചെയ്യുന്ന പ്രൊഫഷനൊക്കെ വ്യത്യാസമാണെങ്കിലും, എഞ്ചിനീയർമാരും ഡോക്ടർമാരും അതും ഇതുമൊക്കെ ആണെങ്കിലും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരിലും കലയുണ്ട്. മഹാനായ ചിത്രകാരൻ രവിവർമ്മയും അനുജൻ രാജരാജവർമ്മയും ഒക്കെ സ്ഥിരം സമ്മേളിച്ചിരുന്നൊരു സ്ഥലമായിരുന്നു ഇത്. രാജ്യസഞ്ചാരം കഴിഞ്ഞ് നിങ്ങൾക്കറിയാം, രാജാ രവിവർമ്മയും അനുജൻ രാജരാജവർമ്മയും ഭാരതം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചാണ് നമ്മുടെ ആർഷഭാരത സംസ്കാരം മുഴുവൻ, അല്ലെങ്കിൽ ദേവീദേവന്മാരുടെ ചിത്രങ്ങളാവട്ടെ, പുരാണങ്ങളാവട്ടെ എന്ന് വേണ്ട എല്ലാം, ഇന്ത്യ എന്തെന്ന് അന്നത്തെ കാലത്തെ ഭാരതത്തിൻ്റെ ചിത്രങ്ങൾ വരച്ചു തന്ന മഹാനായ കലാകാരനാണ്. അപ്പം ഈ രാജ്യസഞ്ചാരം ശേഷം എപ്പോഴൊക്കെ ഈ കൊട്ടാരത്തിൽ വരുന്നോ, കുറച്ച് നാൾ വർഷത്തിലൊരിക്കൽ വരുമല്ലോ, പ്രത്യേകിച്ച് ഉത്സവകാലത്ത്, ഞങ്ങളുടെ ഉത്സവകാലത്ത് ഈ സമയത്തൊക്കെ അത് അടുത്ത മാസം ഉത്സവം തുടങ്ങും, ഫെബ്രുവരി, അത് കുംഭമാസത്തിൽ. അപ്പോൾ അതിനൊക്കെ മുൻപായിട്ട് രവിവർമ്മയും സഹോദരനും ഇവിടെ എത്തുകയും ഒരു 2-3 മാസം ഇവിടെ ഉണ്ടാവും. ആ സമയത്താണ് കൂടുതൽ ചിത്രങ്ങൾ ഇവിടെ ഇരുന്ന് വരച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കേൾക്കുന്നു. അല്ലാത്ത സമയങ്ങളിൽ വന്നിട്ടുണ്ടല്ലോ അദ്ദേഹം. ഇവിടെ ഇരുന്ന് മാത്രം ഈ പറഞ്ഞ പോലെ 100-150 ഇടയ്ക്കുള്ള ചിത്രങ്ങൾ പിറവിയെടുത്തിട്ടുണ്ട്. ഈ കോർണർ ഇവിടെ ഇരുന്നായിരുന്നു അദ്ദേഹം ചിത്രങ്ങൾ വരച്ചിരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു വടക്ക് കിഴക്ക് മൂല, വാസ്തുശാസ്ത്രം അനുസരിച്ച് ഈ വെളിച്ചം നന്നായിട്ട് കിട്ടുന്ന ഒരു കോർണറാണ്, മുറിയുടെ കോർണറാണ്. അപ്പൊ ഇവിടെ തന്നെ അതാണ്, അന്ന് കറണ്ടുള്ള കാലമല്ല, ആലോചിക്കണം, ഇലക്ട്രിസിറ്റിയോ ഒന്നും ഇല്ല, നാച്ചുറൽ ലൈറ്റില്ല. അപ്പൊ ഇവിടെ ക്യാൻവാസ് വെച്ചാല് അദ്ദേഹത്തിന് വരയ്ക്കാൻ എളുപ്പമാണ്. കിഴക്കോട്ട് ഞങ്ങളുടെ ഭരദേവതാ ക്ഷേത്രമുണ്ട്, പാടത്തിന് അക്കരെ അയ്യപ്പൻ ഇങ്ങോട്ട് നിൽക്കുകയാണ്, ശാസ്താവ് യോദ്ധാവിനെ പോലെ ഞങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, മനസ്സിലായോ? അപ്പൊ ഞങ്ങൾക്കൊരു പ്രൊട്ടക്ഷനാണ്. അപ്പൊ അദ്ദേഹം അങ്ങോട്ട് നോക്കി ഭഗവാനെയും മനസ്സിൽ ധ്യാനിച്ച് അദ്ദേഹം ആ ചിത്രരചന നടത്തുന്നതിന് വളരെ സൗകര്യം. വെച്ചാൽ വെളിച്ചം ഇങ്ങനെ വരും ക്യാൻവാസിലേക്ക്. ഇപ്പൊ തന്നെ നമുക്കറിയാം ഇവിടെ നിൽക്കുമ്പോൾ നല്ല വെളിച്ചം. അതാണ് ഈ ഗ്ലാസ് വെച്ചിരിക്കുന്നത്, പകൽവെട്ടം മാത്രമല്ല ഈ ഗ്ലാസ് നോക്കൂ, ഇത്രയും വലിയ ഗ്ലാസ് എന്തിനാ വെച്ച് വെളിച്ചം നന്നായിട്ട് കടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു കോർണർ വളരെ പ്രത്യേകത നിറഞ്ഞാണ്. ഇത് രവിവർമ്മയുടെ വളരെ റെയറായിട്ടുള്ള, മീശ വെക്കാത്ത രവിവർമ്മ, മീശ വെച്ച രവിവർമ്മ വളരെ പ്രശസ്തമാണ്. മീശ വെക്കാത്ത രവിവർമ്മയും ഉണ്ട്. നമ്മളെ മനുഷ്യർ അങ്ങനെയാണല്ലോ, ഇടയ്ക്ക് മീശ മുടി വളർത്തും അല്ലേ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട്. രവിവർമ്മയുടെ വളർച്ചയെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് കരിക്കട്ടകൾ കൊണ്ട് വരച്ച കൊച്ചു രവിവർമ്മ പിന്നെ വളർന്നു വലുതായി ഇന്ത്യയുടെ ഭാരതത്തിന്റെ എക്കാലത്തെയും ഇപ്പോഴും ദ ഫാദർ ഓഫ് ഇന്ത്യൻ മോഡേൺ പെയിന്റിങ്, ഇന്ത്യൻ ചിത്രകലയുടെ പിതാവായി മാറിയ ചരിത്രം ഞാൻ പറയേണ്ട, അത് അറിയാം. പക്ഷെ അദ്ദേഹത്തിന് അവസാന നിമിഷങ്ങൾ അത് ഈ സ്വന്തം സ്റ്റുഡിയോയിലായിരുന്നു. അവസാന നിമിഷം ആ മരണ സമയത്തിനൊക്കെ മുമ്പ് ഒരു 2 വർഷം, 1904 മുംബൈയിലെ അദ്ദേഹത്തിന്റെ രവിവർമ്മ പ്രിന്റിംഗ് പ്രസ്സും, മുംബൈയിൽ അദ്ദേഹം താമസമായിരുന്നു. ഇത് ജന്മഭൂമിയാണെങ്കിൽ അത് കർമ്മഭൂമിയാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത് രവിവർമ്മയുടെ സഞ്ചാരം. അദ്ദേഹം അവിടെ ആയിരുന്നു, അദ്ദേഹം അനുജനും ഒക്കെ. 1904 അദ്ദേഹം മുംബൈ ഉപേക്ഷിക്കുകയാണ്. താൻ സ്ഥിരമായിട്ട് തിരികെ സ്വന്തം തട്ടകത്തിലേക്ക് കിളിമാനൂരിലേക്ക് മടങ്ങി വരുന്നു. അനുജന്റെ മരണം ചിത്രശാലയിലേക്ക് കിളിമാനൂരിലേക്ക് മടങ്ങി വരുന്നു. അപ്പൊ അതിന് കാരണമായിട്ട് പറയുന്നത് ഒന്ന് അനുജന്റെ മരണം, അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള മരണം, അത് അദ്ദേഹത്തിന്റെ മാനസികമായിട്ട് വിളിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ പ്രസ്, അന്നത്തെ പ്ലേഗ് എന്ന് പറഞ്ഞൊരു അസുഖം പൊട്ടിപ്പുറപ്പെട്ടു. ഇന്ന് കോവിഡ് പോലെ ഒരുപാട് 2.5 lakhs പീപ്പിൾ മുംബൈയിൽ തന്നെ മരിച്ചു എന്നാണ് പറയുന്നത്. പ്രസ് നഷ്ടത്തിലാവുക ചെയ്തപ്പോൾ അദ്ദേഹം പിന്നെ അതൊരു ഡിസിഷൻ എടുത്തു, ഞാൻ മുംബൈ ഉപേക്ഷിക്കുകയാണ്, തിരികെ വരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്ന് 2 വർഷക്കാലം ഉണ്ടായിരുന്നു. ആ മാളികയൊക്കെ പണി കഴിപ്പിക്കുന്ന അങ്ങനെയാണ് ഇവിടെ താമസിച്ചു. ഇതിന് പുറകിലുള്ള മാളികയിലായിരുന്നു അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ മരണത്തിനെ കുറിച്ച് മാത്രം പറയാം. അവസാനമായിട്ട് അദ്ദേഹം കുറെ ചിത്രങ്ങൾ, അൺഫിനിഷ്ഡ് ആയിട്ടുള്ള കുറെ ചിത്രങ്ങൾ മുംബൈയിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു, മുഴുവിപ്പിക്കാത്തത്. ഇവിടെ ഇരുന്ന് വരച്ച് തീർക്കാമല്ലോ എന്ന് വിചാരിച്ചു. കുറേയൊക്കെ തീർത്തു.
ഒരു ചിത്രം അതിന് മുഴുവിപ്പിക്കാൻ പറ്റിയില്ല. ദ ലാസ്റ്റ് അൺഫിനിഷ്ഡ് പെയിന്റിംഗ് ഓഫ് ആർട്ടിസ്റ്റ് ആചാര്യവർമ്മ എന്ന് അറിയപ്പെടുന്നത്. അതിപ്പം ചിത്രശാലയിൽ ഞങ്ങൾ അകത്ത് വെച്ചിട്ടുണ്ട്. ചില വിശേഷങ്ങളൊക്കെ പുറത്തോട്ട് എടുക്കുകയുള്ളൂ. ഇതാണ് ആ ചിത്രം. ഇത് മുംബൈയിലെ രവിവർമ്മയുടെ സ്റ്റുഡിയോ ആണ്. അനുജൻ രാജരാജവർമ്മ, ചേട്ടൻ രാജാരവിവർമ്മ. ഇതാണ് പാഴ്സി ലേഡി എന്ന് പറഞ്ഞ ചിത്രം. ഇത് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറഞ്ഞ ചിത്രം. ഇതിന്റെയൊക്കെ പെയിന്റിംഗ് ജോലികളിലാണ്. ഇവിടെ ഒരാളിരിപ്പുണ്ട്, അദ്ദേഹത്തിന്റെ ചിത്രമാണ് ഈ അനുജൻ വരയ്ക്കാൻ ശ്രമിക്കുന്നത്. കണ്ടോ, ഒരാളിരിപ്പുണ്ട്. ഇവിടെ വന്ന് അദ്ദേഹം കുറേ ചിത്രങ്ങൾ പൂർണ്ണമാക്കി. ഈ ചിത്രം മുഴുവിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. പക്ഷെ പലതവണ നോക്കി. ഒരു ദിവസം 1906 ഒക്ടോബർ 2 അദ്ദേഹം വീണ്ടും ആ ചിത്രം ഒന്ന് മുഴുവിപ്പിക്കാന്ന് വെച്ച് ബ്രഷ് കയ്യിലെടുത്ത് ഈ സ്ഥാനത്ത് ഇന്നുകൊണ്ട് വരച്ച് തുടങ്ങി. കുറച്ച് വരച്ചു. ബ്രഷ് കയ്യിൽ നിന്ന് വീഴുന്നു. പിന്നെ മരണം സംഭവിക്കുക. അതെ. അപ്പൊ ഇത് രവിവർമ്മയുടെ കിളിമാനൂർ കൊട്ടാരം രവിവർമ്മയുടെ ജനനം കൊണ്ട് മാത്രമല്ല, വളർച്ചയുടെ നാഴികക്കല്ലുകളൊക്കെ കടന്ന് ആ മരണവും സംഭവിച്ചത് രവിവർമ്മയ്ക്ക് ഇവിടെയാണ്. അത് അനുജ മരിച്ചത് ചെന്നൈയിലാണ്. മരണം എപ്പോൾ ഏത് സമയത്ത് എവിടെ വെച്ച് നമ്മെ പിടികൂടുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ രവിവർമ്മ ഒരു ഭാഗ്യവാനായിരുന്നു ആ കാര്യത്തിൽ. സ്വന്തം തട്ടകത്തിൽ തന്നെ അദ്ദേഹം പണിത സ്വന്തം ചിത്രശാലയിൽ ആ സ്റ്റുഡിയോയിൽ തന്നെ അദ്ദേഹം മരണത്തിന് പുൽകി എന്നുള്ളതാണ് വലിയൊരു കാര്യം. അപ്പം രവിവർമ്മയുടെ ഓർമ്മകൾ ഇന്നും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഞങ്ങൾ പിൻതലമുറക്കാര് കുടുംബാംഗങ്ങളൊക്കെ ഇവിടെ എല്ലാവരും താമസിച്ച് വരുന്നുണ്ട്. കുറച്ച് പേരേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ കുടുംബാംഗങ്ങളൊക്കെ രാജ്യത്തിന്റെ പല ഭാഗത്തും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഒക്കെ സ്കാറ്റേഡ് ആണ്. ഈ കുടുംബത്തിൽ സംഗീതമായിട്ട് ആർക്കായിരുന്നു കൂടുതൽ ബന്ധം? എല്ലാവരും സംഗീതജ്ഞരെ. രവിവർമ്മയുടെ അനുജൻ രാജരാജവർമ്മ അദ്ദേഹം നന്നായി പാടും. ഹിന്ദുസ്ഥാനിയും അഭംഗുകളും ഒക്കെ പാടുന്ന ഒരു ആളാണ്. മംഗളാഭായ് തമ്പുരാട്ടി, ഇതാ രവിവർമ്മയുടെ അനുജത്തി മംഗളാഭായ് തമ്പുരാട്ടി. ഈ അമ്മൂമ്മ നന്നായി വീണ വായിക്കും, നന്നായി പാടും, നന്നായി വരയ്ക്കും. അതാ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ സംഗീതം, സാഹിത്യം, നൃത്തം, വൈദ്യം ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ മിക്കവരും എല്ലാവരും ഇപ്പൊ ഈ തലമുറയെ പോലും, എൻ്റെ തലമുറ മാത്രമല്ല, ഇപ്പൊ വളർന്നു വരുന്ന തലമുറയെ പോലും കഴിവുള്ളവർ വരയ്ക്കുന്നവരുണ്ട് നന്നായിട്ട്. ഞങ്ങളുടെ കുടുംബത്തില് വളരെ നന്നായിട്ട് വരയ്ക്കുന്നത് മറ്റൊരു രവിവർമ്മ ഇപ്പോഴത്തെ കാലത്ത്, അതിന്റെ പേരും രവിവർമ്മ. ഞങ്ങൾക്ക് ഈ പാരമ്പര്യമായിട്ട് ഓരോ പേരുണ്ട്. രവിവർമ്മ, രാമവർമ്മ, കേരളവർമ്മ, ഗോദവർമ്മ, രാജരാജവർമ്മ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഒരു കാലഘട്ടം ഇപ്പൊ എന്റെ പേരും അങ്ങനെ ആയിപ്പോയി, രാമവർമ്മ തമ്പുരാൻ. പക്ഷെ ഇപ്പം മോഡേൺ നൈംസ് ഉണ്ട്, അറ്റത്തൊരു വർമ്മ എന്നുള്ള ഒരു ഇതുണ്ടാവുന്നേ ഉള്ളൂ. പക്ഷെ ഈ രവിവർമ്മ ഇപ്പൊ പറയുന്ന ഡോക്ടർ രവിവർമ്മ, അദ്ദേഹം കണ്ണൂരാണ് ഇപ്പൊ താമസം. അദ്ദേഹം അതിഗംഭീരമായിട്ട് വരയ്ക്കും. എൻ്റെ ഒരു മുതിർന്ന എൽഡർ ബ്രദറും കൂടെയാണ്, കസിൻ ബ്രദറും കൂടെയാണ് ഡോക്ടർ രവിവർമ്മ. അദ്ദേഹം ഗംഭീരമായ ഇട്ട് വരയ്ക്കും. പിന്നെ പലരും ഉണ്ട്. മഹേഷ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ബാംഗ്ലൂർ താമസിക്കുന്ന ഒരു കസിൻ ഉണ്ട്, നന്നായി വരയ്ക്കും, മഹേഷ് വർമ്മ. പിന്നെ കൊട്ടാരത്തിലുള്ള ഒരുപാട് പേരുണ്ട് വരയ്ക്കുന്നവരും നൃത്തം ചെയ്യുന്നവരും പാടുന്നവരും ഒക്കെ ഉണ്ട്. എനിക്ക് പിന്നെ ഇഷ്ടം കൂടുതൽ സംഗീതം ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കൂടുതൽ അതിനെ അപ്പൊ ഞാൻ ഈ കവിത പാടാം പോരെ. യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടമുള്ള ആ കാഴ്ചകളൊക്കെ അദ്ദേഹം ചിലപ്പം കുറിച്ചിടും. പക്ഷെ പലതും നഷ്ടപ്പെട്ടു, ചിലതൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിലൊരു കവിതയാണ് ഈ കവിതയുടെ പ്രത്യേകത. ഇവിടെ അകത്ത് ഞങ്ങൾക്കൊരു കാവുണ്ട്. അത് നിറയെ അമ്പലങ്ങളും കാവുകളൊക്കെ. ആ കാവില് ശിവപാർവതിമാരുണ്ട്. വേടനും വേടത്തിയായിട്ട് ഭൂമിയിൽ അവതരിച്ച് അർജുനന് പാശുപാസ്ത്രം കൊടുക്കുന്ന ഒരു കഥയുണ്ട് മഹാഭാരതത്തിൽ. ആ കഥയെ ആസ്പദമാക്കി രവിവർമ്മ വരച്ചിട്ടുള്ള വേടനും വേടത്തി, കാട്ടാളനും കാട്ടാളത്തെയാണ് ശിവപാർവതി. കാട്ടിൽ വസിക്കുമ്പോൾ ആഭരണങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും അല്ലേ, ഉടയാടകൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഇതുപോലെ സരസ്വതി ദേവിയെ, ലക്ഷ്മി ദേവിയും ഇവരെയൊക്കെ ആടയാഭരണങ്ങളൊക്കെ ദേവിദേവന്മാരെ അങ്ങനെ ചെയ്യുന്ന ഒരു രീതി അങ്ങനെയല്ല വരച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പം രവിവർമ്മ ഈ ചിത്രം വരച്ചതിന് ശേഷം പാർവതിയോട് ഞാൻ ചോദിക്കുകയാണ്, ഞാൻ വരച്ചതൊക്കെ ഇഷ്ടമായോ, ഇത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ഒരു ശ്ലോകമാണ് ഇത്. ഓക്കെ. മുക്താവിദ്രുമമാലകൾക്കു പകരം ഗുഞ്ചാവലി പീലിയാണുത്തംസം കരകങ്കണങ്ങൾ മുഴുവൻ. മുക്താവിദ്രുമമാലകൾക്കു പകരം ഗുഞ്ചാവലി പീലിയാണുത്തംസം
കര കങ്കണങ്ങൾ മുഴുവൻ ശങ്കാണഹോ കേവലം പുത്തൻ പട്ടിന് നല്ല പല്ലവ ഗുണം കൈരാതിയായി തീരുവാനൊത്തോ ശൈലസുതക്കിതൊക്കെ അറിവാൻ കണ്ണിനത്യാഗ്രഹം എൻ കണ്ണിനത്യാഗ്രഹം എൻ കണ്ണിനത്യാഗ്രഹം ഗംഭീരമായി. താങ്ക് യു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ.